Good morning, students. അടുത്ത യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ഇതാണ്. Find the Fourier transform of f of x is equal to s square minus x square mod x less than equal to a 0 mod x greater than b and hence deduce 0 to infinity sin t minus t cos t by d cube dt is equal to pi by 4. KTU 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് സാധാരണ ചോദിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? Fourier transform കണ്ടുപിടിക്കണം. Fourier transform കണ്ടുപിടിച്ചതിന് ശേഷം ഇൻവേർഷൻ ഫോർമുല ഫോർ Fourier transform കണ്ടുപിടിക്കണം. അതില് ഈ എഫ് ഓഫ് എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് ഈ ആൻസറിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. ആദ്യം നമുക്ക് Fourier transform കണ്ടുപിടിക്കാം. എഫ് ഓഫ് എക്സ് Fourier transform റെപ്രസെന്റേഷൻ എഫ് ഓഫ് എക്സ് എന്നാണ് 1/√2π ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഇ റേസ് ടു മൈനസ് ISX. ഇതാണ് Fourier transformന്റെ ഫോർമുല. ആ ഫോർമുലയിലെ 1/√2π ഇന്റഗ്രൽ ഇവിടെ നോക്കാം. ഇവിടെ തന്നിരിക്കുന്ന ഫംഗ്ഷൻ a square minus x square ആണ്. ഇന്റർവൽ mod x less than equal to a. All other cases function value will be 0. mod x less than a എന്ന് പറഞ്ഞാൽ എന്താണ്? മൈനസ് x less than a ആണ്. അവർ x greater than x less than a. മൈനസ് x less than a എന്ന് പറഞ്ഞാൽ എന്താണ്? x greater than minus a. മൈനസ് കൊണ്ട് ഗുണിച്ച് ചെയ്യുമ്പോൾ x greater than minus a വരും. Therefore x lies between minus a and plus a. അപ്പോൾ നമ്മുടെ ഈ ലിമിറ്റ് മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി ലിമിറ്റ് റെഡ്യൂസ് ചെയ്ത് മൈനസ് എ ടു പ്ലസ് എയിലേക്ക് മാറും. ഇൻ ഓൾ അതർ കേസസ് ഇവിടെ നമ്മൾ മൈനസ് എ ഇതും പ്ലസ് ചെയ്താണെങ്കിൽ ഈ മൈനസ് എക്കും പ്ലസ് എക്കും ഇടയ്ക്ക് മാത്രമേ ഫംഗ്ഷൻ വാല്യൂ ഉള്ളൂ. ആ വാല്യൂ എന്താണ്? a square minus x square. ഇൻ ഓൾ അതർ കേസസ് ഫംഗ്ഷൻ വാല്യൂ വിൽ ബി 0. അപ്പൊ നമുക്ക് ഇവിടെ ലിമിറ്റ് ഇങ്ങനെ എഴുതാം. മൈനസ് എ ടു പ്ലസ് എ എഫ് ഓഫ് എക്സ് എന്താണ്? a square minus x square e raised to minus ISX. All other cases function value will be 0. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അടുത്ത സ്റ്റേജിൽ 1/√2π ഇന്റഗ്രൽ മൈനസ് എ ടു പ്ലസ് എ s square minus x square s square minus x square ഈ മൈനസ് x എങ്ങനെ എഴുതാം? cos sx minus I sin sx. ഏത് റിസൾട്ട് ഉപയോഗിച്ചിട്ടാണ്? ഈ റേഷ്യോ മൈനസ് ഐ തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് തീറ്റ മൈനസ് ഐ സൈൻ തീറ്റ. ആ റിസൾട്ട് ഉപയോഗിച്ച് ഈ റേഷ്യോ മൈനസ് ISX എങ്ങനെ എഴുതി? കോസ് SX മൈനസ് ഐ സൈൻ SX. ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യും. 1/√2π മൈനസ് എ ടു പ്ലസ് എ s square minus x square cos SX dx minus I into minus a to plus a s square minus x square sin SX dx. Okay. അടുത്ത സ്റ്റേജില് this is equal to 1/√2π. ഇവിടെ നോക്കാം. a square minus x square എന്ന് പറഞ്ഞാൽ എന്ത് ഫംഗ്ഷൻ ആണ്? ഒരു ഈവൻ ഫംഗ്ഷൻ ആണ്. cos SX എന്ത് ഫംഗ്ഷൻ ആണ്? ഈവൻ ഫംഗ്ഷൻ ആണ്. ഈവൻ ഇൻടു ഈവൻ എന്താണ്? ഈവൻ ആണ്. Therefore we can apply the property of definite integral. ആ പ്രോപ്പർട്ടി ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ എഴുതാം? 2 times 0 to a square minus x square cos SX dx. രണ്ടാമത്തെ കേസ് നോക്കിയേ. a square minus x square ഈവൻ ഫംഗ്ഷൻ ആണ്. sin SX ഓഡ് ഫംഗ്ഷൻ ആണ്. ഈവൻ ഇൻടു ഓഡ് ഓഡ് ആണ്. By the property of definite integral minus a to a f of x dx is equal to 0 when f of x is odd. അപ്പൊ രണ്ടാമത്തെ കേസ് ഇത് ഓഡ് ഫംഗ്ഷൻ ആയതുകൊണ്ട് രണ്ടാമത്തെ കേസിന്റെ ആൻസർ 0 ആണ്. അപ്പൊ എഴുതേണ്ട ആവശ്യമില്ല. 0 ആണ്. ഇനി നമുക്ക് നോക്കാം. 1/√2π ഇങ്ങനെ എഴുതാം. √2/π. കാരണം 2 നമുക്ക് റൂട്ട് എഴുതുമ്പോൾ റൂട്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ √2/π. ഇനി നമുക്ക് ജനറൽ റൂൾ ഫോർ ഇന്റഗ്രേഷൻ വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ a square minus x square ആദ്യം പ്ലസ് 2 cos SX ഇന്റഗ്രൽ എന്താണ്? sin SX by s മൈനസ് ഇവിടെ ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ മൈനസ് 2x into sin x ഇന്റഗ്രൽ എന്താണ്? മൈനസ് cos SX by s square then plus minus 2 into minus sin SX divided by s. ഇന്റഗ്രേഷൻ പൂർണ്ണമായി. ഇവിടെ ലിമിറ്റ് ഏതാണ്? 0 to a. ഇവിടെ നമ്മള് ഫസ്റ്റ് ഫംഗ്ഷൻ a square minus x square into cos SX ഇന്റഗ്രൽ എന്താണ്? sin SX by s minus derivative of first function s square 0
മൈനസ് എക്സ് സ്ക്വയർ എന്താണ് മൈനസ് 2x. സൈൻ എസ് എക്സിന്റെ എന്താണ് മൈനസ് കോസ് എസ് എക്സ് ബൈ എസ് സ്ക്വയർ. ഒരു എസ് കിടപ്പുണ്ട്. അപ്പൊ മൈനസ് കോസ് എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ മൈനസ് 2x എന്താണ് മൈനസ് 2 മൈനസ് കോസ് എസ് എക്സ് ബൈ എസ് സ്ക്വയർ എന്താണ് മൈനസ് സൈൻ എസ് എക്സ് ബൈ എസ് 2. ഇനി നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ റൂട്ട് ഓഫ് 2/π ഇൻറ്റു ആദ്യം നമ്മൾ എ കൊടുക്കുമ്പോൾ ഫസ്റ്റ് എ കൊടുക്കുമ്പോൾ എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഫസ്റ്റ് ടൈം 0 ആയി പോകും. രണ്ടാമത്തെ കേസിൽ 3 മൈനസ് ഉണ്ട്. 3 മൈനസ് മൈനസ് 2a cos as by s. മൂന്നാമത്തെ കേസിലോ പ്ലസ് 2 ഇൻറ്റു സൈൻ as by s. അപ്പർ ലിമിറ്റ് നമ്മൾ കൊടുത്തപ്പോൾ നമുക്ക് ആദ്യത്തെ ടൈം 0 ആയി പോയി. രണ്ടാമത്തെ ടൈം 2a cos as by s സ്ക്വയർ പ്ലസ് 2 sin as by s. ഇനി ലോവർ ലിമിറ്റ് കൊടുക്കാം. ലോവർ ലിമിറ്റ് കൊടുത്താൽ ആദ്യത്തെ കേസിലെ സൈൻ 0 ആയി പോകും. രണ്ടാമത്തെ കേസിൽ എക്സ് 0 അത് 0 ആയി പോകും. മൂന്നാമത്തെ കേസിൽ 0 ആയി. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ് റൂട്ട് ഓഫ് 2/π. ദെൻ ഇവിടെ കോമൺ എൽസിയം നമുക്ക് s³ എടുക്കാം. s³ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ആദ്യത്തെ ടൈം 2 സൈൻ as ഈ ടൈം ആദ്യം എഴുതി മൈനസ് ഇവിടെ നമുക്ക് 2a s cos as. അപ്പോ നമുക്ക് ഫോറിയർ ട്രാൻസ്ഫോമിന്റെ വാല്യൂ നമുക്ക് കിട്ടുന്ന എത്രയാണ് റൂട്ട് ഓഫ് 2/π ഇൻറ്റു 2 സൈൻ as മൈനസ് 2as cos as ബൈ s³ എന്നാണ്. ഞാൻ ഇവിടെ എഴുതി വെക്കാം. Therefore ഫോറിയർ ട്രാൻസ്ഫോമിന്റെ വാല്യൂ 2 കൂടി വേണ്ടി പുറത്തെടുക്കാം. Therefore Fourier transform f of s is equal to root 2/π into 2 sin as minus as cos as by s. ഇതാണ് നമുക്ക് ഫോറിയർ ട്രാൻസ്ഫോമിന്റെ വാല്യൂ കിട്ടുന്നത്. റൂട്ട് ഓഫ് 2/π into 2 sin as minus as cos as by s³ എന്നാണ് നമുക്ക് ഫോറിയർ ട്രാൻസ്ഫോമിന്റെ വാല്യൂ കിട്ടുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ പാർട്ട് ചെയ്ത് കണ്ടുപിടിക്കണം. രണ്ടാമത്തെ പാർട്ട് കണ്ടുപിടിക്കാനായിട്ട് ഇൻവേർഷൻ ഫോർമുല എടുക്കണം. ഇൻവേർഷൻ ഫോർമുല ഫോർ ഫോറിയർ ട്രാൻസ്ഫോം. ഫോറിയർ ട്രാൻസ്ഫോമിന്റെ ഇൻവേർഷൻ ഫോർമുല. ഇൻവേർഷൻ ഫോർമുല ഇൻവേർഷൻ ഫോർമുല ഇൻവേർഷൻ ഫോർമുല നമുക്ക് തെളിയിക്കേണ്ടത് π/4 ആണ്. ഇൻവേർഷൻ ഫോർമുല എന്താണ്? f of x is equal to 1/√2π ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി f of x e raised to isx ds ആണ്. എന്ത് ചെയ്യണം? 1/√2π ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി f of x എന്ന് പറയുന്നത് എന്താണ്? √2π into 2 sin as minus as cos as by s³ e raised to isx ds. ഇത് നോക്കാം. ഈ റൂട്ട് ക്യാൻസൽ ചെയ്യും. റൂട്ട് π എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? π ഇട്ടു നമുക്ക് പുറത്തേക്ക് എടുക്കാം. അപ്പൊ 2/π ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി ഇനി sin as minus as cos as divided by s³ ഇവിടെ e raised to isx എന്ന് എഴുതാം. cos sx plus I sin sx. ഇനി ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 2/π ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി sin as cos as by s³ cos sx plus I into integral minus infinity plus infinity sin as minus as cos as by s³ sin
SX ds. ഇങ്ങനെ രണ്ടായിട്ട് നമ്മൾ തിരിച്ചു വെച്ചു. ഇനി ഇങ്ങനെ നമ്മൾ രണ്ടായിട്ട് തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇതിലൊരു ഫംഗ്ഷൻ ഈവൻ ഫംഗ്ഷൻ ആണ്, മറ്റു ഫംഗ്ഷൻ ഓഡ് ഫംഗ്ഷൻ ആണ്. അപ്പൊ ഏതാണ് ഈവൻ ഏതാണ് ഓഡ് എന്ന് കണ്ടുപിടിക്കും. അടുത്ത സ്റ്റേജില് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതാണ്. അപ്പൊ ആദ്യത്തെ കേസ് നോക്കാം. ആദ്യത്തെ കേസ് എഫ് ഓഫ് എസ് എന്നുള്ളത് സൈൻ എ എസ് മൈനസ് എ എസ് കോസ് എ എസ് ബൈ എസ്. ഇത് നമ്മുടെ എസിന് മൈനസ് എസ് കൊടുക്കാം. മൈനസ് എസ് കൊടുത്താൽ സൈൻ മൈനസ് എ എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മൈനസ് സൈൻ എ എസ്. ഇവിടെ മൈനസ് എ ഇൻറ്റു ഈ എസിന് മൈനസ് എസ് മൈനസ് എസ് വരും. കോസ് എ കോസിനെ ചേഞ്ച് ചെയ്യും ഡിവൈഡഡ് ബൈ മൈനസ് എസ്. അപ്പൊ മൈനസ് സൈൻ എ എസ് പ്ലസ് എ എസ് കോസ് എ എസ് ബൈ മൈനസ് എസ്. ഇവിടുന്ന് മൈനസ് നമ്മൾ പുറത്തെടുത്തു കഴിഞ്ഞാൽ സൈൻ എ എസ് മൈനസ് എ എസ് കോസ് എ എസ് ബൈ മൈനസ് എസ്. ഈ മൈനസ് മൈനസ് വെട്ടിക്കളഞ്ഞു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? എഫ് ഓഫ് മൈനസ് എസ് എന്നുള്ളത് എഫ് ഓഫ് എസ്. അപ്പൊ ഈ ഒരു ഫംഗ്ഷൻ എന്താണ്? ഇത് ഈവൻ ആണ്. ഒന്നാമത്തെ ഫംഗ്ഷൻ ഈവൻ ആണ്. ഈ രണ്ടാമത്തെ ഫംഗ്ഷൻ ഓട്ടോമാറ്റിക് ആയിട്ട് ഓഡ് ആയിരിക്കും. നമുക്ക് വേണ്ടി ചെയ്ത് നോക്കാം. ഒന്നാമത്തെ ഫംഗ്ഷൻ ഈവൻ ആണെന്ന് കിട്ടിയതിന്റെ കാര്യം മനസ്സിലായെന്ന് വിചാരിക്കണോ? എഫ് ഓഫ് എസ് നമ്മൾ എടുത്തു, എസിന് മൈനസ് എസ് കൊടുത്തു. അത് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് വന്നപ്പോ എഫ് ഓഫ് മൈനസ് എസ് എഫ് ഓഫ് എസ് തന്നെയായിട്ട് വന്നു. ഇനി രണ്ടാമത്തെ കേസ് നോക്കാം. രണ്ടാമത്തെ കേസ് സെക്കൻഡ് കേസ്. സെക്കൻഡ് കേസ് എഫ് ഓഫ് എസ് ഇസ് ഈക്വൽ ടു സൈൻ എ എസ് മൈനസ് എ എസ് കോസ് എ എസ് ബൈ എസ് ക്യൂബ് ഇൻറ്റു സൈൻ എസ് എക്സ്. എസിന് മൈനസ് എസ് കൊടുക്കുമ്പോഴോ നമുക്ക് നോക്കാം. സൈൻ എ എസ് പറഞ്ഞാൽ മൈനസ് സൈൻ എ എസ്. ഇവിടെ നമുക്ക് മൈനസ് എ ഇൻറ്റു മൈനസ് എസ് ഇൻറ്റു കോസ് എ എസ് ബൈ മൈനസ് എസ് ക്യൂബ് ഇൻറ്റു മൈനസ് സൈൻ എസ് എസ്. ഇനി നമ്മള് ഇതെന്താ മൈനസ് പുറത്തെടുത്ത് കഴിഞ്ഞാൽ ഇവിടെ സൈൻ എ എസ്, ഇവിടെ നമ്മൾ മൈനസ് പുറത്തെടുത്ത് കഴിയുമ്പോൾ എ എസ് കോസ് എ എസ് by minus s cube into minus sin sx. ഇവിടെ ഈ മൈനസ് മൈനസ് വെട്ടിക്കളഞ്ഞു. അവസാനം കിട്ടുന്ന ആൻസർ എന്താണ്? മൈനസ് എഫ് ഓഫ് എസ് എന്നാണ്. എഫ് ഓഫ് മൈനസ് എസ് ഇസ് ഈക്വൽ ടു മൈനസ് എഫ് ഓഫ് എസ്. അപ്പൊ ഈ ഒരു ഫംഗ്ഷൻ എന്താണ്? ഈ ഒരു ഫംഗ്ഷൻ ഓഡ് ആണ്. രണ്ടാമത്തെ കേസ് 0 ആയപ്പോ ആദ്യത്തെ കേസ് 2 times 0 to infinity നേടാം. ഇനി അടുത്ത സ്റ്റേജില് therefore f of x is equal to f of x is equal to 2 by pi 2 times 0 to infinity sin as minus as cos as by s cube into cos sx dx. Next term 0 by the property of odd and even function. ഇത് നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ഒരു അറേഞ്ച്മെന്റ് ആണ്. 0 to infinity sin as cos as by s cube cos sx dx is equal to ഈ ടേം നമുക്ക് മറ്റേ ടേം കൊണ്ടുപോകുമ്പോൾ pi by 4 f of x. pi by 4 f of x. ഇത് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? അപ്പൊ ഇവിടെ നമുക്ക് ലാസ്റ്റ് കിട്ടിയിരിക്കുന്നത് എങ്ങനെയാണ്? 0 to infinity sin as minus as cos as by s cube cos sx dx. cos sx dx is equal to pi by 4 f of x. നമ്മുടെ ആൻസറിൽ ഈ ടേം ഇല്ല, കോസിന്റെ ടേം ഇല്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ രണ്ടാമത് വരുന്ന ഈ കോസിന്റെ ടേം ഇല്ല, അതുകൊണ്ട് x നമ്മൾ 0 കൊടുക്കാം. x is 0. അപ്പൊ 0 to infinity sin as minus as cos as by s cube into cos എത്രയാണ് 1 dx is equal to pi by 4. ഈ x ന് 0 കൊടുക്കുമ്പോൾ ഇവിടെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത് -8 പ്ലസ് a ഫംഗ്ഷന്റെ വാല്യൂ എന്താണ്? a² - x² ആണ്. അപ്പൊ -8 പ്ലസ് a വാല്യൂക്കാണ് ആര് എടുക്കുന്നത്? 0 എടുക്കുന്നത്. അപ്പൊ എന്തായിരിക്കും? x 0 വരുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ a² - x² ആണ്. ഒന്നാമത്തെ ഫംഗ്ഷൻ എടുക്കുന്നു pi by 4 into s. അപ്പൊ നമ്മുടെ x ന് 0 കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ആൻസർ കിട്ടും. അടുത്ത സ്റ്റേജിൽ നമ്മൾ ചെയ്യേണ്ടത് this is equal to, അപ്പൊ x equal 0 കൊടുത്തു. 0 to infinity sin as minus as cos as by s cube into 1 dx equal to pi by 4 into s square. ഇനി നമ്മുടെ ആൻസറിലേക്ക് നോക്കാം. ആൻസർ a ഇല്ലല്ലോ, a ഇല്ല. അപ്പൊ a കളയാൻ വേണ്ടിയിട്ട് a ക്ക് നമ്മൾ പ്രോപ്പർ ആയിട്ട് 1 കൊടുക്കാം.
1 കൊടുത്തു കഴിയുമ്പോൾ 0 to infinity sin s minus f of as by s2. എക്ക് 1 കൊടുക്കുമ്പോഴാണ് നമുക്ക് ഈ ഇതുമായിട്ട് അറേഞ്ച് ചെയ്ത് വരുന്നത്. അപ്പോൾ ആൻസറിലേക്ക് നോക്കിയിട്ട് വേണം ബാക്കിയുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ ഒക്കെ. അപ്പൊ എക്ക് നമ്മൾ 1 കൊടുത്താൽ ഈ സൈൻ എസ് വരും ഇവിടെ. അപ്പൊ നമുക്ക് സൈൻ ടി ഒക്കെ എളുപ്പമുണ്ട്. സൈൻ എസ് എസ് കോസ് എസ് ബൈ എസ് ക്യൂബ്, ഇവിടെ ഡി എസ് ആണ്. ഡി എസ് ആണ് ഡിവിഷൻ ഫോർമുല കൊടുക്കുമ്പോൾ ഇവിടെ എസ് ആണ്. ഡി എസ്. ഡി എസ് ഇസ് ഈക്വൽ ടു പൈ ബൈ 4 ഇൻറ്റു 1. പൈ ബൈ 4 ഇൻറ്റു 1. ഇനി നമുക്ക് കിട്ടേണ്ട ആൻസർ എസ് അല്ല ടി ആണ്. ഇനി എസിന് ടി കൊടുക്കാം. എസിന് ടി കൊടുത്താൽ 0 to infinity sin t മൈനസ് ടി കോസ് ടി. ഇവിടേക്ക് നമ്മൾ 1 കൊടുത്തപ്പോൾ കോസ് എസ് ആയിട്ട് മാറി. കോസ് എസ് കോസ് ടി ഡിവൈഡഡ് ബൈ ടി ക്യൂബ് ഇൻറ്റു ഡി ടി ഇസ് ഈക്വൽ ടു 5. അവസാനം നമ്മള് ഈ ഫംഗ്ഷന്റെ ആൻസർ കണ്ടുപിടിച്ചു. ആൻസർ നമുക്ക് എന്ത് കിട്ടി? ഇന്റഗ്രൽ 0 to infinity sin t minus t cos t by t cube dt is equal to 5/4 എന്ന ആൻസർ. അപ്പൊ ആദ്യം നമ്മള് ഫോറിയർ ട്രാൻസ്ഫോം കണ്ടുപിടിച്ചു. ഫോറിയർ ട്രാൻസ്ഫോം നമ്മൾ കണ്ടുപിടിച്ചപ്പോൾ കിട്ടിയ ആൻസർ എത്രയാണ്? റൂട്ട് ഓഫ് 2 into 2 into sin as minus as cos as by s cube എന്നാണ് കിട്ടിയത്. s cube എന്നാണ് ആൻസർ. ആ കിട്ടിയ ആൻസർ ഉപയോഗിച്ച് ഇൻവേർഷൻ ഫോർമുല എഴുതി. ഇൻവേർഷൻ ഫോർമുല എഴുതാനുള്ള ഫോർമുല എന്താണ്? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1/√2 ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി എഫ് ഓഫ് എസ് ഇ റേസ് ടു ഐ എസ് എക്സ് ഡി എസ് ആണ്. ഡി എസ്. അതിനുശേഷം എഫ് ഓഫ് എസ് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അത് എക്സ്പാൻഡ് ചെയ്തു. എക്സ്പാൻഡ് ചെയ്തപ്പോൾ ഒരു ഫംഗ്ഷൻ നമുക്ക് ഓഡ് ഫംഗ്ഷൻ ആയിട്ട് കിട്ടി, ഒരു ഫംഗ്ഷൻ നമുക്ക് ഈവൻ ഫംഗ്ഷൻ ആയിട്ട് കിട്ടി. ആ ഈവൻ ഫംഗ്ഷൻ ആയിട്ട് കിട്ടിയതിനെ നമ്മൾ എന്ത് ചെയ്തു? 2 times കൊടുത്തു. 2 times 0 to a ഫോർമുല കൊടുത്തു. മറ്റത് 0. അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ 2/5 2 into 0 to infinity sin as minus as cos as by s cube into cos sx ds. ഇവിടെ ds ആണ്. ds രണ്ടാമത്തെ ടൈം എന്തായിരിക്കും? 0 ആയിരിക്കും. 0. അപ്പൊ 0 to infinity sin as minus as cos as by s cube into cos sx ds is equal to 5/4 f of x. ഇനി നമ്മുടെ ആൻസറിലേക്ക് നോക്കാം. ആൻസറിലേക്ക് നോക്കിയിട്ട് ഈ ആൻസറിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്തു? ഈ എക്സിന് നമ്മൾ 0 കൊടുത്തു. എക്സിന് 0 കൊടുത്താൽ കോസ് 0 എന്തായിട്ട് മാറും? 1 ആയിട്ട് മാറും. അപ്പൊ എക്സിന് 0 കൊടുക്കുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡില് കോസ് 0 1 ആയി, റൈറ്റ് ഹാൻഡ് സൈഡിൽ എക്സിന് 0 കൊടുക്കുമ്പോൾ നമ്മൾ ഇതിൽ ഏത് വാല്യൂ ആണ് എടുക്കേണ്ടത്? ഇതാണോ എടുക്കേണ്ടത്? ഇതാണോ എടുക്കേണ്ടത്? അപ്പൊ നമുക്ക് മനസ്സിലാകും -a to +a ഫംഗ്ഷന്റെ വാല്യൂ എന്താണ്? -a മുതൽ +a വരെ ഫംഗ്ഷന്റെ വാല്യൂ a² - x² ആണ്. അപ്പൊ അതിലാണ് എക്സിന് 0 കൊടുക്കുമ്പോൾ 5/4 into a². a² - 0 a². അപ്പൊ ഇനി അതിനുശേഷം ഈ എക്സ് 0 കൊടുത്തതിന് ശേഷം അടുത്ത സ്റ്റേജില് നമുക്ക് a 1 കൊടുക്കാം. a 1 കൊടുത്താൽ സൈൻ as എന്തായിട്ട് മാറും? സൈൻ s ആയിട്ട് മാറും. അപ്പൊ ഈ ആൻസറിലേക്ക് നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. a 1 കൊടുക്കുമ്പോൾ 0 to infinity sin s minus s cos s by s cube into ds is equal to 5/4 into 1. ഇനി s is equal to t കൊടുക്കാം. നമ്മുടെ ആൻസറിൽ ടിയിലാണ് ആൻസർ ചോദിച്ചിരിക്കുന്നത്. t കൊടുക്കുമ്പോൾ 0 to infinity sin t minus t cos t by t cube dt is equal to 5/4 ആൻസർ. അങ്ങനെ ഫൈനൽ ആൻസറിലേക്ക് എത്തിച്ചേരും. അപ്പൊ KTU 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എല്ലാവരും എഴുതി.